ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ +2 മാത്സ് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. The question is solve the differential equation. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. സോ ഇക്വേഷൻ is dy by dx plus y by x equal to x². സോ ആദ്യം തന്ന ഇക്വേഷൻ നോക്കുക. ഇത് ഏത് പാറ്റേണിലാണ് എന്നുള്ളത് നമ്മൾ വേഗം തിരിച്ചറിയണം. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഈ ഒരു ഇക്വേഷൻ കിടക്കുന്നത് ഈ ഒരു ഫോമാറ്റിലാണ്. dy by dx plus py equal to q എന്നുള്ള ഫോമിൽ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്കിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിയും ക്യൂയും കണ്ടതിന് ശേഷം അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. സോ തന്ന ഇക്വേഷൻ എഴുതാം, dy by dx പ്ലസ് y by x ഈക്വൽ ടു x² എന്നാണ്. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇതേ ഫോമിലാണ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. dy by dx പ്ലസ് py ഈക്വൽ ടു q ഓർ p ഈക്വൽ ടു, ഇതൊന്ന് കമ്പയർ ചെയ്തിട്ട് പിയും ക്യൂയും കണ്ടുപിടിക്കുക. സോ p ഈസ് ഈക്വൽ ടു 1/x എന്ന് എഴുതാം ആൻഡ് q ഈസ് ഈക്വൽ ടു x² എന്ന് എഴുതാം. ഇനി അതൊന്ന് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് കണ്ടാൽ മതി. ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ ഓഫ് പിയുടെ വാല്യൂ കൊടുക്കുക 1/x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 1/x എന്ന് നമുക്കറിയാം log x എന്ന്. സോ ഇ റേസ് ടു log x എന്ന് എഴുതാം. ഇനി ഇ റേസ് ടു log x എന്ന് പറയുമ്പോൾ ഇയും ലോഗും ഒരുമിച്ച് വന്നതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എക്സ് എന്ന് എഴുതാം. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ആൻഡ് ദ സൊല്യൂഷൻ ഇസ് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. സോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയുള്ള വാല്യൂ നമ്മളിവിടെ കൊടുക്കുക. y ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം x². സോ x² ഇൻറ്റു എക്സ് എന്ന് എഴുതാം. x² ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ അത് x³ ആണ്. സോ ഇൻ്റഗ്രൽ ഓഫ് x³ എന്ന് എഴുതാം. ഇൻ്റഗ്രൽ x³ മീൻസ് ഇറ്റ് ഇസ് x റേസ് ടു 4/4. ഇൻ്റഗ്രൽ ഓഫ് x റേസ് ടു n എന്നുള്ള ഫോമിൽ. സോ x റേസ് ടു 4/4 എന്ന് എഴുതാം. ദെർഫോർ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് xy ഈക്വൽ ടു x റേസ് ടു 4/4 പ്ലസ് c എന്ന് ആൻസർ എഴുതാം. ഇതേ രീതിയിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടിട്ട് സൊല്യൂഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചെടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 + x² ഇൻറ്റു dy by dx പ്ലസ് 2xy ഈക്വൽ ടു 1/1 + x². 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫൈൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ, തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഈക്വൽ ടു 0 when x ഈക്വൽ ടു 1. ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ സെപ്പറേറ്റ് കണ്ടിട്ട് ജനറൽ സൊല്യൂഷൻ കാണാനും അതല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. സോ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ dy by dxൻ്റെ കൂടെ ഒരു ടേം ഉണ്ട് 1 + x². അപ്പോൾ ആദ്യം നമ്മൾ ആ ടേമിനെ ഒഴിവാക്കിയിട്ട് ഇക്വേഷനെ നമ്മൾ dy by dx പ്ലസ് py ഇസ് ഈക്വൽ ടു q എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്യുക, 1 + x² കൊണ്ട് മൊത്തം ആ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് dy by dx പ്ലസ് 2xy by 1 + x² ഈക്വൽ ടു 1/1 + x² ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇക്വേഷൻ ഇപ്പോൾ ഈ ഫോമിലായിട്ടുണ്ട്. dy by dx പ്ലസ് py ഈക്വൽ ടു q എന്നുള്ള ഫോമിലായിട്ടുണ്ട്. അപ്പോൾ p ഈസ് ഈക്വൽ ടു 2x/1 + x² ആൻഡ് q ഈക്വൽ ടു 1/1 + x² ഹോൾ സ്ക്വയർ. ഇനി പിയും ക്യൂയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കാണേണ്ടത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇക്വേഷനൊക്കെ എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മറക്കാണ്ട് തന്നെ എഴുതാട്ടോ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ആ ഇക്വേഷൻ എഴുതിയിട്ട് പിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. ഇ റേസ് ടു ഇൻ്റഗ്രൽ ഓഫ് പി ഈസ് ഈക്വൽ ടു 2x/1 + x² എന്നാണ്. അത് കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഒരു ടേം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 + x² ഡെറിവേറ്റീവ് ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2x എന്ന് പറയുന്നത്. സോ നമുക്കിതിനെ log 1 + x² എന്ന് എഴുതാം. സോ ഇ റേസ് ടു log ഓഫ് 1 + x². എക്സ്പൊണൻഷ്യൽ ലോഗരിതം വന്നിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 + x² എന്ന് നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് കിട്ടും. ഓക്കെ, ഇനി ജനറൽ സൊല്യൂഷൻ കാണണം. ജനറൽ സൊല്യൂഷൻ കാണാൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. സോ y ഇൻറ്റു 1 + x² ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂവിൻ്റെ വാല്യൂ അറിയാം 1/1 + x² ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അറിയാം 1 + x². എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഈക്വൽ ടു ഇവിടെ 1 + x² കോമൺ ആണ്. സോ നമുക്കത് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഒന്ന് വീതം ക്യാൻസൽ ചെയ്യാം. സോ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1/1 + x² എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രൽ ഓഫ് 1/1 + x² നമ്മൾ പഠിക്കുന്നുണ്ട് tan ഇൻവേഴ്സ് ഓഫ് x എന്ന്. സോ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് c എന്ന് എഴുതാം. ദെർഫോർ y ഇൻറ്റു 1 + x² ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് c എന്ന് ആൻസർ കിട്ടും.
ഇനി അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ y ഈക്വൽ ടു 0 വെൻ x ഈക്വൽ ടു 1. സോ y ഈക്വൽ ടു 0 എന്ന് നമ്മളിവിടെ കൊടുക്കുക, അതുപോലെ x ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. x ഈക്വൽ ടു 1 ആകുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് c എന്ന് വരും. tan ഇൻവേഴ്സ് ഓഫ് 1 മീൻസ് ഇറ്റ് ഇസ് π/4. ഫോർ c ഈക്വൽ ടു നെഗറ്റീവ് π/4. സോ c ഈക്വൽ ടു നെഗറ്റീവ് π/4 എന്നുള്ള വാല്യൂ ഇക്വേഷൻ ജനറൽ സൊല്യൂഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കാതെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.